ഹായ്, എവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ജമ്മുവിലാണ്. ജമ്മുവിൽ നിന്ന് കാശ്മീരിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അതായത് ശ്രീനഗറിലേക്കും പഹൽഗാം, ഗുൽമാർഗ് എന്ന് തുടങ്ങിയ പ്രദേശങ്ങളിലേക്കാണ് പോകാൻ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനി ഭൂമിയിലെ സ്വർഗ്ഗത്തിലേക്കുള്ള സഞ്ചാരത്തിലാണ്. അതിന് മുന്നോടിയായിട്ട് ബൂട്ട്സൊക്കെ പുതിയ വാങ്ങിയിട്ടുണ്ട്. പുതിയ ബൂട്ട്സാണ്. ഇന്നലെ പത്താംകോട്ടിൽ നിന്ന് 500 രൂപയ്ക്ക് വാങ്ങിയത്. അപ്പോൾ ഇത് ശരിക്കും ജമ്മു എന്ന് പറഞ്ഞത് സ്വർഗ്ഗത്തിലേക്കുള്ളൊരു കവാടം മാത്രമാണ്. അതായത് കാശ്മീരിൻ്റെ പ്രദേശത്തേക്ക് പോകുന്നതിലേക്കുള്ള ഒരു ഗേറ്റ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ല സുന്ദരമായ അടിപൊളി പ്രദേശത്തുകൂടെയുള്ള യാത്രയാണ്. എന്തായാലും ഇനി ബാക്കി വിശേഷങ്ങൾ പിറകെ വരുന്നു, വഴിയെ കാണാം. ഞാൻ കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഭക്ഷണം കഴിച്ച ഹോട്ടലാണിത്. അന്നും ഇവിടെ നിന്നാണ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിരുന്നത്. അന്ന് ഇവിടെ ഷെക്കിൽ നിന്നുള്ളൊരു സുഹൃത്തുണ്ടായിരുന്നു. അന്നിപ്പോൾ അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞില്ല, അദ്ദേഹം വീട്ടിലെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് ഇവിടെ ഉള്ളത്. നമുക്ക് അയാസ് അഹമ്മദ്, ഷെക്കീലിൻ്റെ സഹോദരനാണ് അയാസ് അഹമ്മദ്. ഇവിടുന്ന് ചോറും ചിക്കൻ കറിയും കഴിച്ചു. 100 രൂപയ്ക്ക് ചോറും ചിക്കൻ കറിയും. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഷെക്കിൽ പോകാൻ നേരത്ത് ചായക്ക് തന്നൊരു സ്പെഷ്യൽ ചായക്ക് തന്നിട്ടുണ്ട്. ഭക്ഷണത്തിൻ്റെ ശേഷം എന്നിട്ട് തന്നെ പറഞ്ഞേച്ച് നല്ല അതിഥി മര്യാദയാണ്. നന്നായിട്ട് സ്വീകരിച്ചതിന് ഒരു വീട്. കാശ്മീരികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര അതിഥി മര്യാദ ഉള്ളവരാണ്. നമ്മളെ വളരെയധികം സൽക്കരിച്ച ഒരു വീടുള്ളൂ. എപ്പോഴായാലും ഇപ്പോഴും ചായ കുടിക്കാനൊക്കെ സൽക്കരിച്ച് കഴിഞ്ഞാൽ ചായ കുടിപ്പിച്ചിട്ടാണ് വിട്ടേ. ഷെക്കിലൊന്നും കാണാൻ പറ്റിയില്ല. ഷെക്കിൽ വീട്ടിലാണ് പറഞ്ഞത്. എന്തായാലും ഇവിടുന്ന് യാത്ര പറഞ്ഞെടുത്ത് പഹൽഗാമിലേക്കാണ്. പഹൽഗാമിലേക്ക് ഇവിടുന്ന് 120ഓളം കിലോമീറ്റർ ഉണ്ട്. അത് കഴിഞ്ഞാൽ പഹൽഗാമിലെത്താം. പഹൽഗാമിലെത്തിയിട്ട് ടെൻ്റ് അടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ബാക്കി വിശേഷങ്ങൾ കാണാം.
ജമ്മു നിന്ന് ശ്രീനഗർ വരെ റോഡിൻ്റെ ഭൂരിഭാഗവും അങ്ങനെയൊക്കെ തന്നെയാണ്. നല്ല പൊടിയുള്ള റോഡാണ്. നല്ല ഹെവി വാഹനങ്ങൾ മാത്രമേ അധികം പോകുന്നുള്ളൂ. വലിയ ട്രക്കുകൾ മാത്രമേ അധികം പോകുന്നത്. പിന്നെ മിക്ക ഭാഗത്തും പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട് റോഡ്. ശ്രീനഗർ പോകുന്ന വഴിയുള്ള ഒരു വ്യൂ പോയിൻ്റാണിത്. ടൈറ്റാനിക് വ്യൂ പോയിൻ്റ് എന്നാണ് ഇതിൻ്റെ പേര്. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസാണ്. കാണുമ്പോൾ തന്നെ അറിയാലോ. ഇനി നമ്മളിന്ന് പോകാൻ നിൽക്കുന്നത് പാൽഗാമിലേക്കാണ്. പാൽഗാമിലേക്ക് ഇവിടുന്ന് ഒരു 90 കിലോമീറ്റർ ഉണ്ടാവും. കാരണം ഇവിടുന്ന് ജമ്മു നിന്ന് വന്നത് 7 മണിക്ക് ജമ്മു നിന്ന് ഇറങ്ങിയെന്നുണ്ടെങ്കിലും റോഡൊക്കെ ഭയങ്കര റഷായിരുന്നു. നല്ല തിരക്കുള്ള റോഡാണ്. പിന്നെ റോഡൊക്കെ ആകെ പൊട്ടിപ്പൊളിഞ്ഞൊരു പരിപാടിയുണ്ട്. അതുകൊണ്ട് വിചാരിച്ച സ്പീഡിലൊന്നും റൈഡ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും ഇന്ന് പാൽഗാമിൽ സ്റ്റേ. ഇപ്പോൾ ജമ്മു ശ്രീനഗർ ഹൈവേ എന്ന് മാറ്റി പാൽഗാമിലേക്കുള്ള റോഡിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. ഇവിടെ കടകളൊക്കെ മിക്കതും അടഞ്ഞു കിടക്കുന്നതാണ്. എന്തായാലും പാൽഗാമിലാണ് സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഹായ്, അങ്ങനെ കറങ്ങി തിരിഞ്ഞ് പാൽഗാമിലെത്തിയിട്ടുണ്ട്. പാൽഗാം എന്ന് പറഞ്ഞാൽ കാശ്മീരിൽ ഏറ്റവും ശാന്തതയുള്ള സ്ഥലമാണ്. വളരെ കൂൾ കാം ആൻഡ് പീസാണ് ഇവിടെ.
ഇപ്പോൾ കുറച്ചധികം കാശ്മീരിൽ സംഘർഷഭരിതമായ ദിവസങ്ങളാണ്. എങ്കിൽ കൂടിയും പഹൽഗാം വളരെ ശാന്തമാണ്. പഹൽഗാമിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. എന്തായാലും നല്ലൊരു സ്ഥലം നോക്കി ടെൻ്റ് അടിച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് കടകളൊന്നും അധികം തുറന്നില്ല. അങ്ങനെ വരണ വഴിക്കാൻ കുറച്ച് ബിസ്ക്കറ്റ് വാങ്ങി, പിന്നെ എന്താണ് റസ്ക് വാങ്ങി. ഇന്ന് രാത്രി ഇതൊക്കെയാണ് ഭക്ഷണം. 2-3 ദിവസമായിട്ട് നല്ല സ്ട്രീറ്റ് ഫുഡൊക്കെ അടിച്ച് കയറ്റിയായിരുന്നു. അപ്പോൾ എന്തായാലും ഇങ്ങനെ പോവാം. ടെൻ്റ് അടിക്കാൻ പറ്റിയ സ്ഥലമാണ്. ടെൻ്റ് അടിക്കുകയാണെങ്കിൽ ഇവിടെ അടിക്കണം. നോക്കിയാൽ ചുറ്റും നോക്കിയാൽ കുന്നുകളാണ്. അവിടെയൊക്കെ കുന്നുകൾ, അടുത്തടുത്ത് മരങ്ങൾ, ഇവിടെ പൈൻ മരങ്ങളുണ്ട്. നല്ല കൂൾ ആംബിയൻസാണ്. അതിൻ്റെ അരികിലാണെങ്കിൽ നല്ല കുത്തി ഒഴുകുന്ന ഒരു അരുവിയുണ്ട്. നല്ലൊരു അരുവിയുണ്ട് ഇവിടെ. എന്തായാലും ഇവിടെ കൂടെ വന്നു. ഇന്നും കൂടെ നാളെയും ആണെങ്കിൽ കൊടുത്തിട്ടുണ്ട് കൂടെ. ആരോടെ പോകാനാ? റൂമിന് പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഓക്കെ, സെറ്റ്.